Hi, hello all. Today's lesson is a short story written by Dostoevsky, and the short story's title is An Honest Thief. സോ ദസ്തയേവ്സ്കി ഒരു റഷ്യൻ എസ്സേയിസ്റ്റാണ്, നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹം വളരെ കുഞ്ഞിലെ തന്നെ ഈ റഷ്യൻ ലിറ്ററേച്ചറിൽ നല്ല അറിവുള്ള മനുഷ്യനായിരുന്നു. ഒരുപാട് റൈറ്റേഴ്സ് ഇദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് സിഗ്മണ്ട് ഫ്രോയിഡ്, അതുപോലെ തന്നെ ആൻറ്റോൺ ചെക്കോവ് ഒക്കെ ഇദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത എമിനൻറ്റ് റൈറ്റേഴ്സാണ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിനകത്ത് സൈക്കോളജിക്കൽ മൈൻഡ് ഓഫ് ദി ക്യാരക്ടേഴ്സിനെയാണ് കൂടുതലും നമുക്ക് പോർട്രേ ചെയ്യുന്നത്. അതായത് നോവൽസ് ആണെങ്കിലും ഷോർട്ട് സ്റ്റോറീസ് വായിച്ചാലും ഒരാളുടെ മനസ്സിൽ നടക്കുന്ന ആ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങളെ നമുക്ക് അറിയാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് നോട്ട്സ് ഫ്രം ദി അണ്ടർഗ്രൗണ്ട്, NOTES, അതുപോലെ തന്നെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. അനദർ വൺ ഇസ് ദ ബ്രദേഴ്സ് കാരമസോവ്, സഹോദരന്മാർ. അത് നമ്മുടെ മലയാളത്തിലോട്ട് യോബിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിനകത്ത് വരുന്ന കുറച്ച് തീംസ് അല്ലെങ്കിൽ എലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സസ്പെൻസ് ഉള്ള സ്റ്റോറീസ് ഉണ്ട്, മിസ്റ്ററി ഉള്ളതുണ്ട്, മേർഡറസ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട്, ക്ലൈമാക്സ് ഉണ്ട്. ഓക്കെ, ഓണസ്റ്റ് തീഫ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. 1848 എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ആ ഒരു സ്റ്റോറിക്കകത്ത് പറയുന്നത് രണ്ടാളുകളുടെ ഒരു സിമ്പിൾ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. ആ ഒരു കണക്ഷനെ കുറിച്ച്, അതായത് എമിലിയൻ ഇലിയിച്ചിനെ കുറിച്ചും അതുപോലെ തന്നെ അസ്താഫി ഇവാനോവിച്ചിനെ കുറിച്ചുമാണ് കഥ പറഞ്ഞു പോകുന്നത്. എമിലിയൻ എന്നും അതുപോലെ തന്നെ അസ്താഫി എന്നും പഠിച്ചു വെച്ചാലും മതി. റഷ്യൻ നെയിംസ് ആയതുകൊണ്ടാണ് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രൊനൗൺസിയേഷനും ഒരു ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള നെയിമും വരുന്നത് കേട്ടോ. ഈ അസ്താഫി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ലോഡ്ജറാണ്. അയാളുടെ ലോഡ്ജിൽ ഒരു അനോണിമസ് ആയിട്ടുള്ളൊരു നറേറ്റർ താമസിക്കാൻ വരുന്നു. ഈ അനോണിമസ് ആയിട്ടുള്ള, അതായത് പേരൊന്നും പറയുന്നില്ല, അയാളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യമൊക്കെ നറേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റോറി. ഓക്കെ, പിന്നെ ഈ അസ്താഫിയുടെ ലോഡ്ജിൽ വെച്ച് പണ്ടൊരു അതായത് അസ്താഫിയുടെ ലോഡ്ജിൽ വെച്ചൊരു തെഫ്റ്റിൻ്റെ ഇൻസിഡൻറ്റ് ഹാപ്പൻ ചെയ്യുന്നു. അപ്പോൾ ആ തെഫ്റ്റിൻ്റെ ഇൻസിഡൻറ്റ് ഹാപ്പൻ ചെയ്യുമ്പോൾ വേറൊരു ടോപ്പിക്കിലോട്ട് ഇവർ തമ്മിലുള്ള സംസാരം പോവുകയാണ്. അങ്ങനെ ഒരാളുടെ കഥ പറയുവാണ്. ഓക്കെ, അപ്പോൾ എമിലിയനും അസ്താഫിയും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പാണ് ഇതിനകത്ത് പറയുന്നത്. അസ്താഫി ഒരു ലോഡ്ജറാണ്. അയാളുടെ ലോഡ്ജിൽ ഒരു അനോണിമസ് ആയിട്ട് പേരൊന്നും ഇല്ലാത്ത ഒരാൾ വന്ന് താമസിക്കാൻ വരുന്നു. ആ ഒരു സ്ഥലത്ത് വെച്ച് ഒരു തെഫ്റ്റ് നടക്കുന്നു. പിന്നീട് അതിന് ശേഷം എന്തൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പം അസ്താഫിയും എമിലിയനും തമ്മിലുള്ള ആ ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിനെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അവർ അനുഭവിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അവരുടെ രണ്ടുപേരുടെയും എന്താണെന്നും, പിന്നെ അതുപോലെ തന്നെ ട്രൂത്തിൻ്റെ സിംപ്ലിസിറ്റി അല്ലെങ്കിൽ ബ്യൂട്ടി എന്താണെന്നും, അതായത് സത്യം പറയുന്നതെങ്കിൽ സത്യസന്ധതയുടെ അല്ലെങ്കിൽ സത്യത്തിൻ്റെ ബ്യൂട്ടി എന്താണ്, ട്രൂത്ത് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ലൈഫിൽ, അതാണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റൈറ്റർ. അപ്പം ആൻ ഓണസ്റ്റ് തീഫ് എന്നാണ് അത്. ആ ഒരു ടൈറ്റിൽ തന്നെ കുറച്ച് എന്താണ്, ഒരു പാരഡോക്സിക്കലാണ് അല്ലെങ്കിൽ ഇച്ചിരി ഐറോണിക്കലാണല്ലേ. ആൻ ഓണസ്റ്റ് തീഫ് എന്ന് പറയുമ്പം നമുക്ക് എങ്ങനെ പറയാം, സത്യസന്ധനായ കള്ളൻ എന്ന് നമ്മൾ പറയുന്ന പോലെ ഇരിക്കും. അത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കള്ളൻ ഒരിക്കലും സത്യസന്ധനാവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ടൈറ്റിൽ നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ഈ കഥയിൽ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഈ നറേറ്റർ ഓഫീസിലോട്ട് പോകുമായിരുന്നു. അവിടെ വെച്ചിട്ട് അയാളുടെ കുക്കായിട്ടുള്ള അഗ്രഫേന എന്നാണ് കുക്കിൻ്റെ പേര്. അവർ കുക്കുമാണ്, വാഷർ വുമണുമാണ്, ഹൗസ് കീപ്പറുമാണ്. അയാളുടെ അടുത്ത് പതുക്കെ വന്നിട്ട് പറയുവാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ബിൽഡിംഗ് നമുക്ക് ലോഡ്ജായിട്ട് കൊടുക്കാമെന്ന് പറയുന്നു. 6 വർഷമായിട്ട് ഇയാളുടെ കൂടെ താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ അഗ്രഫേന. വളരെ സിമ്പിൾ ആൻഡ് സൈലൻറ്റ് ക്രീച്ചറാണ്. യാതൊരു കാര്യത്തിനെക്കുറിച്ചും ചോദിക്കുകയില്ല. എക്സെപ്റ്റ് ഫുഡ് എന്തോ വേണം, ഡിന്നർ എന്തോ ഉണ്ടാക്കണം, ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ. അത് വേറൊരു അനാവശ്യമായിട്ടൊരു കോൺവെർസേഷനും ഇവർ തമ്മിൽ നടന്നിട്ടില്ല. സോ പെട്ടെന്നൊരു ദിവസം ഇവർ വന്നിട്ട് പറയുവാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു ലിറ്റിൽ റൂം, ഇവരുടെ കിച്ചണിൻ്റെ അടുത്തൊരു ലിറ്റിൽ റൂമുണ്ട്, ആ ഒരു കുഞ്ഞു റൂം നമുക്കൊരു കാര്യം ചെയ്യാം, ലോഡ്ജേഴ്സിന് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ ചോദിക്കുക, അതെന്തിനാണ് കൊടുക്കുന്നത്? അപ്പോൾ പറയും, ഒരാൾക്ക് കിടക്കാൻ കിട്ടുന്ന സ്പേസ് അല്ലേ, നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ പറയും, ഏത് റൂമാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് ഇവിടെ താമസിക്കേണ്ടത് ഇത്ര അത്യാവശ്യമായിട്ടെന്ന് ഇയാൾ ചോദിക്കും. അപ്പോൾ ഇവർ പറയും, ആരെങ്കിലും ബെഡില്ലാതെ കിടക്കുന്നത്, അതായത് ആരും കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാത്ത ആളുകൾ വെളിയിൽ കാണത്തില്ലേ, അവർക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ നമുക്കെന്ന് പറയും. ആ ഒരു വിൻഡോയുടെ അടുത്ത് അവർ കട്ടിലിട്ടിട്ട് അവരവിടെ കിടന്നുറങ്ങിക്കോളൂ എന്ന് പറയും. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കിടന്നോളൂ എന്ന് പറയും. ഓക്കെ, അപ്പം ഇയാൾ പറയും, ശരി, എന്നാൽ പിന്നെ ആരാണ് അപ്പം നമ്മുടെ ഈ അഗ്രഫേന പറയുവാണ്, കൊടുക്കുന്ന ആൾ അയാൾ വേണമെങ്കിൽ അവിടെ ഇരുന്ന് തുന്നിക്കോളും, അയാൾ സ്റ്റിച്ച് ചെയ്തോളും, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അയാൾക്ക് ചിലപ്പോൾ ഒരു ചെയർ ഇട്ട് കൊടുത്താൽ അയാൾക്ക് അവിടെ ഒരു അയാളുടെ കയ്യിലൊരു ചെയറുണ്ട്, ആ ചെയറിട്ട് അയാൾ ചിലപ്പോൾ അവിടെ ഇരുന്നിരിക്കും. അയാൾക്കൊരു ടേബിളും ഉണ്ട്, അയാൾക്കെല്ലാം ഉണ്ട്, നമ്മളൊരു റൂം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇയാൾ ചോദിക്കും, അത് ആരാണ് ഇയാൾ, ഈ ഹീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ഏതാ? അപ്പോൾ പറയും, അതൊരു ഗുഡ് മാൻ ആണ്, ഒരു മാൻ ഓഫ് എക്സ്പീരിയൻസ് ആണ്, ഞാൻ അയാൾക്കും കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മാസത്തിൽ 3 റൂബിൾസ് മേടിക്കാമെന്ന് പറയാം.
3 റൂബിൾസ് എന്ന് വെച്ചാൽ അവിടുത്തെ റഷ്യൻ മണിയാണ് കേട്ടോ. 3 റൂബിൾസ് നമുക്ക് മേടിക്കാം, ഇവിടെ എന്തായാലും താമസിക്കാൻ സൗകര്യം കൊടുക്കുമല്ലേ. അപ്പോൾ പറഞ്ഞു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം അഗ്രഫേന ഇയാൾക്ക് മനസ്സിലായി. അഗ്രഫേന എന്ന് പറയുന്നത് അഗ്രഫേന പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തില്ലെങ്കിൽ അയാൾക്കൊരു സമാധാനം കൊടുക്കത്തില്ല. അവരിങ്ങനെ ഫുൾ ടൈം അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് മുഖവും വീർപ്പിച്ച് ഇങ്ങനെ നടക്കും. പിന്നെ ഇയാളുടെ ആ ഒരു മുഖം വീർപ്പിയിൽ അയാളുടെ ഫുഡിലും റിഫ്ലക്റ്റഡ് ആവും. അതായത് പന്ന ഫുഡൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി കൊടുത്തെന്നിരിക്കും. ഓക്കെ, അതുകൊണ്ട് വേണമെങ്കിൽ ഒരു 3-4 ആഴ്ച തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് ഇവർ ഡിന്നറെല്ലാം സ്പോയിൽ ചെയ്യും. ഇയാളുടെ ക്ലോത്ത്സ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നശിപ്പിക്കും, ഫ്ലോർ എല്ലാം ക്ലീൻ ആക്കത്തില്ല. സോ അതുകൊണ്ട് ഇയാൾ തന്നെ ഇനി ഫേസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു, പെട്ടെന്ന് സമ്മതിച്ചു. അപ്പോൾ ഇയാൾ ചോദിക്കും പാസ്പോർട്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവർ പറയും ഉണ്ട്, അയാളൊരു ഗുഡ് മാൻ ആണെന്ന് പറയും. 3 റൂബിൾസ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, പേ ചെയ്യാമെന്നും കൂടി പറയും. ഓക്കെ, അപ്പോൾ വെരി നെക്സ്റ്റ് ഡേ ഇയാൾ വരുവാണ്. അപ്പം നമ്മുടെ നറേറ്റർ പറയുവാണ്, എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല, ഞാൻ എവിടെയും പോകത്തില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഷെല്ലിനകത്ത് തന്നെയാണ്, ഈ ഒരു വീട്ടിനകത്ത് തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ സോളിറ്റ്യൂഡ് എന്നുള്ളൊരു കാര്യവുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോയി. ഓക്കെ, മാത്രമല്ല ഞാൻ ആകെ കൂടി സംസാരിക്കുന്നത് ഈ അഗ്രഫേന എന്നുള്ള സ്ത്രീയുമായിട്ട് മാത്രമാണ്. അഗ്രഫേന എന്തായാലും പറഞ്ഞു അയാളൊരു മാൻ ഓഫ് എക്സ്പീരിയൻസ് ആണെന്ന്. ആൻഡ് അയാളുടെ പാസ്പോർട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അയാളൊരു ഓൾഡ് സോൾജിയർ ആണെന്ന്. അങ്ങനെ പിന്നെ ഓൾഡ് സോൾജിയറിനെ നമുക്ക് കാണുമ്പോഴേ ഇയാളെ മനസ്സിലാവും ഇയാളൊരു ഓൾഡ് സോൾജിയർ ആണെന്നുള്ളത്. വയസ്സായ ഒരു സോൾജിയർ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുമെന്ന് പറയുന്നു. അസ്താഫി ഇവാനോവിച്ച് എന്ന് പറയുന്നതാണ് അയാളുടെ പേരെന്ന് ഇയാൾ നമുക്ക് മനസ്സിലായി. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഗെറ്റ് ടുഗദർ, അതായത് ഈ നറേറ്ററും അസ്താഫിയും തമ്മിൽ നല്ല രീതിയിലൊരു കണക്ഷൻ വന്നു. അസ്താഫി ഇടയ്ക്കിടയ്ക്ക് ചില സ്റ്റോറികളൊക്കെ പറയും, അയാളുടെ ലൈഫിൽ സംഭവിച്ച ചില ഇൻസിഡൻസിനെ കുറിച്ച് പറയും. അയാളൊരു നല്ല സ്റ്റോറി ടെല്ലർ ആണെന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഇയാൾ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് അസ്താഫിയും അഗ്രഫേനയും അവരവരുടെ ബിസിനസ്സൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് അകത്തെ റൂമിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടു. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു സ്ട്രേഞ്ചർ നിൽക്കുന്നു. ആ പാസേജിൻ്റെ അവിടെ ഒരു സ്ട്രേഞ്ചർ നിൽക്കുവാണ്. റൂമിൻ്റെ പാസേജിൻ്റെ അവിടെ വഴി ഫ്രണ്ടിൽ ഒരു സ്ട്രേഞ്ചർ നിൽക്കുവാണ്. അയാൾ ഒരു ഓവർകോട്ടൊന്നും ഇട്ടിട്ടില്ല. ഈ ഒരു കോൾഡ് വെതറാണ്, റഷ്യയിൽ എപ്പോഴും മിക്കവാറും കോൾഡ് വെതറാണ്. അപ്പം നമ്മുടെ നറേറ്റർ ഇങ്ങനെ ഷോക്കായി നോക്കി, ബിക്കോസ് ഹി വാസ് നോട്ട് വെയറിങ് എനി ഓവർകോട്ട്. അപ്പോൾ ഇയാൾ ചോദിക്കും എന്താ വേണ്ടത്. അപ്പോൾ ഇവിടെ ചോദിക്കും അലക്സാൻഡ്രോവ് എന്ന് പറഞ്ഞൊരു ക്ലർക്ക് ഇവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ നറേറ്റർ പറയും ഇവിടെ അങ്ങനെ ആരും താമസിക്കുന്നില്ല, ഗുഡ് ബൈ എന്ന് പറയും, നിങ്ങൾ വേഗം പോകാൻ നോക്കുമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആഫ്റ്റർ ഡിന്നർ നമ്മുടെ അസ്തഫി ഒരു കോട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാൾ ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ നറേറ്ററിൻ്റെ കോട്ടാണ്, അയാളതിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇയാൾ തയ്ക്കുന്ന മനുഷ്യനാണല്ലോ നമ്മുടെ അസ്താഫി, അതായത് താമസിക്കാൻ വന്ന മനുഷ്യൻ. അപ്പം അസ്താഫി നമ്മുടെ നറേറ്ററിൻ്റെ കോട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കിയപ്പം വീണ്ടും ആരോ ആ റൂമിൻ്റെ പാസേജ് കയറിയതുപോലെ. അയാൾ പകുതി കതവ് തുറന്ന് നമ്മുടെ നറേറ്റർ നോക്കിയപ്പോൾ ഇന്നലത്തെ വിസിറ്ററാണ്. അയാൾ നല്ല രീതിയിലൊരു അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്നിരുന്ന ഒരു കോട്ട് എടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു, ഫ്ലാറ്റിൽ നിന്ന് ഓടി. അഗ്രഫേന ഇത് കണ്ട് ഷോക്കായി നിന്ന് പോയി. അസ്തഫി എന്ത് ചെയ്തു, ഇയാൾ പുറകെ ഓടി. കുറച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എംറ്റി ഹാൻഡഡ് ആയിട്ട് വന്നിട്ട് അസ്തഫി പറയും അയാൾ കംപ്ലീറ്റ്ലി ഡിസപ്പിയർഡായി എന്ന് പറയും. മറ്റേ കൊണ്ടുപോകാനുള്ള കോട്ട അയാൾ കൊണ്ടുപോയെന്നും കൂടി പറയും. അസ്തഫിക്ക് പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് ഒരിക്കലും അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. അയാൾ പറയുവാണ് എനിക്കിത് ഒരിക്കലും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇയാളിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ് ആ കള്ളനെ. അയാൾ പറയുകയാണ് അങ്ങനെ സംഭവിച്ചുകൂടായിരുന്നു, ഞാനുള്ള വീടല്ലായിരുന്നു. അയാൾ പിന്നെയും ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ അവൻ്റെ പുറകെ ഓടി പക്ഷേ എനിക്ക് കിട്ടിയില്ല, ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. എന്നിട്ട് ഇയാൾ മറ്റേ നമ്മുടെ സെർവൻറ്റ് ലേഡി ഉണ്ടല്ലോ അഗ്രഫേനെ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഇയാൾ വീണ്ടും ഇയാളുടെ കോട്ട് റിവർത്തിയാക്കുന്നു, എന്നിട്ട് വീണ്ടും വഴക്ക് പറയുന്നു. അങ്ങനെ ആകെ ബഹളവും പ്രശ്നവും. ഓക്കെ, എന്നിട്ട് ഇയാൾ പറയുവാണ്, അസ്തഫി പറയുവാണ് നമ്മളെ എല്ലാവരെയും അവർ വിഡ്ഢികളാക്കി അല്ലെങ്കിൽ ഫൂളാക്കിക്കൊണ്ട് അവനങ്ങ് പോയി. അപ്പോൾ നമ്മുടെ നറേറ്റർ ഇത് കേട്ട് നല്ല രീതിയിൽ തഴമ്പിച്ചിരിക്കുകയാണ് ഈ കംപ്ലയിൻറ്റ്സ് കേട്ട്. നറേറ്റർ എന്ത് ചെയ്തു, ഹി ഗേവ് ഹിം എ ഗ്ലാസ് ഓഫ് ടീ, ചായ കൊടുത്തു. ആൻഡ് പിന്നെ ഇദ്ദേഹം എന്നിട്ട് നമ്മുടെ അസ്തഫി പറയുവാണ് കള്ളന്മാരെന്ന് വെച്ചാൽ ഈ ലോകത്ത് തന്നെ കുറേ ഈ കൃമികളെ പോലെയാണ്, അല്ലെങ്കിൽ ഈ വേംസിനെ പോലെയാണെന്ന് പറയുവാണ്. കള്ളന്മാർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വർക്ക് നമ്മുടെ കൈകൊണ്ട് ചെയ്ത് നമ്മുടെ വിയർപ്പ് കൊണ്ട് നമ്മൾ തുന്നിയ വർക്കാണ് അവനിപ്പോൾ എടുത്തുകൊണ്ട് പോയേക്കുന്നത്. അപ്പം എന്നിട്ട് ചോദിക്കുവാണ് നമ്മുടെ നറേറ്ററിൻ്റെ അടുത്ത്, നിങ്ങൾക്കൊരു വിഷമവും ഇല്ലേ നിങ്ങളുടെ ഈ കോട്ട് എടുത്തുകൊണ്ട് പോയതിനെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഇയാൾ പറയും നറേറ്റർ പറയുവാണ് നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു തീഫ് എടുത്തുകൊണ്ട് പോയി, നമുക്കിപ്പോൾ എന്തോ ചെയ്യാനാ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം, ഇയാൾ പറയും അങ്ങനെ ശരിയാവും സാറേ, ഞാൻ ഇതുപോലെ ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയെ ഓണസ്റ്റ് തീഫ് എന്നാണ് വിളിക്കുന്നതെന്ന് അസ്താഫി പറയും. അപ്പോൾ ഇയാൾ ചോദിക്കും, അപ്പം നമ്മുടെ നറേറ്റർ ചോദിക്കുകയെ ഓണസ്റ്റ് തീഫോ, അങ്ങനെ അതാരാണ് അസ്താഫി എന്ന് ചോദിക്കും. അപ്പോൾ പറയും 2 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇതുപോലൊരു സ്ഥലത്ത് നിൽക്കുമായിരുന്നു,
അപ്പോൾ അവിടെ വെച്ചിട്ട് എങ്ങനെയോ ഞാനൊരു ഒരു മാനിനെ പരിചയപ്പെടുന്നു. അയാളൊരു പബ്ലിക് ഹൗസിൽ വെച്ചിട്ടാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. അയാളൊരു ഡ്രങ്കാർഡായിരുന്നു, അയാളൊരു ബെഗ്ഗറാണ്, അയാളൊരു വേഗ്രൻ്റ് ആണ്, അതായത് ഈ വോണ്ടറാണ്, എവിടെയും സ്ഥിരം തങ്ങാത്തൊരു ജിപ്സി ലൈക്ക് മാനാണ്. അയാൾ ഈ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് കൊണ്ട് അയാളുടെ ജോലി നഷ്ടപ്പെട്ടതാണ്. പക്ഷെ അയാളൊരു നല്ല ഫെല്ലോ ആണ്, അയാൾ ക്വയറ്റാണ്, സംസാരമൊന്നുമില്ല, ഒരു ഗുഡ് നേച്ചേർഡ് മനുഷ്യനാണ്. ആൻഡ് വളരെ ഇയാളുടെ അടുത്ത് നമ്മുടെ ഈ നറേറ്റർ, നമ്മുടെ അസ്താഫിയായിട്ട് ഈ നല്ല മനുഷ്യൻ സംസാരിച്ചിട്ടും കൂടുതൽ ഈ പൈസ വേണമെന്നോ അല്ലെങ്കിൽ ഫുഡ് വാങ്ങിച്ചു തരുമോന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ അസ്താഫിക്ക് ഇയാളെ വളരെയധികം ഇഷ്ടമായി. അയാൾ പക്ഷേ ഒന്നും ചെയ്യത്തില്ലെങ്കിലും, ഒന്നും ചോദിക്കത്തില്ലെങ്കിലും, ആവശ്യപ്പെടുത്തില്ലെങ്കിലും ഈ അസ്താഫി എവിടെ പോയാലും ഇയാൾ ഒരു പട്ടിയെ പോലെ പുറകെ നടക്കുമായിരുന്നു, ഒരു ഫോളോ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇയാൾ അസ്താഫി എന്ത് ചെയ്തു, അവൻ്റെ പാസ്പോർട്ട് നോക്കി. അയാൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഡേയും അസ്താഫി ഇയാളെ കണ്ടു. അപ്പോഴും ഇയാളിങ്ങനെ ഫോളോ ചെയ്യും. അങ്ങനെ അസ്താഫിയുടെ വീട്ടിൻ്റെ അടുത്തുള്ള വിൻഡോയുടെ അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ രാത്രിയിലൊക്കെ അസ്താഫിയുടെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഫുഡും ഡ്രിങ്കും ഷെൽട്ടറും ഒക്കെ രാത്രി കൊടുത്തതല്ലേ, ഇയാൾ ഇനിയിപ്പോൾ എൻ്റെ പുറകെ നിന്ന് മാറത്തില്ലായിരിക്കും, എന്തായാലും പാവം മനുഷ്യനല്ലേ, അവിടെ നിന്നോട്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഇവരെന്ത് ചെയ്യും, അങ്ങനെ ഇയാൾ നോക്കുമ്പോഴെല്ലാം ഇയാൾ ഭയങ്കരമായിട്ട് കുടിക്കുവാണ് ചെയ്യുന്നത്. ഒരു ഗവൺമെൻറ് ക്ലർക്കുമായിട്ട് എല്ലാ ദിവസവും പോയി കുടിക്കുവാണ്. ഇയാൾ മനസ്സിലായി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇയാൾ പെട്ടെന്ന് തന്നെ തട്ടിപ്പോകുന്നു. ഇയാൾക്ക് മനസ്സിലായി. അയാളുടെ പേരാണ് എമലിയാൻ എന്ന് പറയുന്നത്. എമലിയാൻ ഇല്ലിച്ച് എന്നാണ് നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അസ്താഫിയും എമലിയാനും തമ്മിലൊരു റിലേഷൻഷിപ്പാണ് ഈ ഒരു സ്റ്റോറിയിൽ. അപ്പോൾ നമ്മുടെ എമലിയാനാണ് ഈ ഒരു മനുഷ്യൻ, ഈ ഡ്രങ്കേർഡ്. അപ്പം ഇയാൾക്ക് ഇയാളുടെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ നമ്മുടെ അസ്താഫിക്ക് വളരെ വിഷമമായി. ആൻഡ് അയാളിങ്ങനെ ആലോചിച്ചു, ചേട്ടാ ഈ ദൈവം പോലും നോക്കാനില്ലല്ലോ, ഇങ്ങനെ എങ്ങനെ ജീവിക്കും ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാലെന്ന് ആലോചിച്ചു. ആൻഡ് ഇയാൾ വിചാരിച്ചു ഒരു കാര്യം ചെയ്യും, എല്ലാ ദിവസവും കുടിച്ചിട്ട് ഇയാളുടെ വിൻഡോയുടെ അടുത്ത് വന്നാണ് കിടക്കുന്നത്, സ്റ്റെയർസിൻ്റെ അടുത്തൊക്കെയാണ് വന്ന് കിടക്കുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അസ്താഫി പറയാമെന്ന് വിചാരിച്ചു, ഇയാൾക്കൊരു ബുദ്ധിമുട്ടായാലും ഇവിടെ കാണാൻ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ, മാത്രമല്ല ഇയാളൊരു ഡ്രങ്കാർഡും കൂടിയാണ്, വേറെ ആരും ഇല്ലതാണ്. ഇയാൾ വിചാരിച്ചൊരു കാര്യം ചെയ്യും, ഇയാളുടെ അടുത്ത് പറയാം, ഇവിടെ നിൽക്കണ്ട, ഇതൊരു റോങ് പ്ലേസ് ആണ്, എനിക്കെങ്ങനെ നിങ്ങളെ ഇവിടെ തങ്ങാൻ അതായത് ലിവ് ചെയ്യാൻ സാധിക്കും, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, ഇത് പറയണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തായാലും വിഷമമാവുമെന്ന് വിചാരിച്ച് അസ്താഫി ഒന്നും മിണ്ടിയില്ല. ആൻഡ് ദെൻ അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, നമ്മുടെ എമിലിയാന് മനസ്സിലായി ഇയാളെ പറഞ്ഞു വിടാനുള്ള ഒരുക്കമാണെന്ന്. ഓക്കെ, ഇങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ എമിലിയാൻ പറയുവാണ്, ഞാൻ ഉടനെ തന്നെ പൊയ്ക്കോളാമെന്ന് പറയുവാണ്. എന്നിട്ട് എമിലിയാൻ ഇവിടെ അയാളുടെ കഥ പറയുവാണ്. എൻ്റെ ഫാമിലി ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്, എൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത് മരിച്ചുപോയി, അലക്സാണ്ടർ എന്നായിരുന്നു എൻ്റെ മാസ്റ്ററിൻ്റെ പേര്. എൻ്റെ മാസ്റ്റർ ശരിക്കും പറഞ്ഞാൽ എന്നെ അയാളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ അദ്ദേഹം മരിച്ചു പോയതുകൊണ്ടാണ് എനിക്ക് വീടില്ലാതായി പോയതെന്ന് പറഞ്ഞു. ഞാൻ അയാളുടെ കൂടെ കുക്കായിട്ടാണ് നിന്നത്. എൻ്റെ മാസ്റ്റർ വളരെ നൈസ് ജെൻറ്റിൽമാൻ ആയിരുന്നു. അപ്പം മരിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ബിലോങ്ങിങ്സും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എടുത്തുകൊണ്ട് പോയി ഞാനങ്ങ് ഇറങ്ങി. ഞാൻ പക്ഷേ ഒരു ഓൾഡ് സ്ത്രീയുടെ കൂടെ പോയി നിന്നു. ഞാൻ അവരുടെ റൂമിലായിരുന്നു നിന്നിരുന്നത്. അവരൊരു നേഴ്സായിരുന്നു, അവർക്ക് പെൻഷനൊക്കെ ഉണ്ട്, അവർക്ക് റൂമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു ഇയാൾ എമിലിയാൻ പറയുവാണ്. ആൻഡ് എന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ട് നമ്മുടെ അസ്താഫിയുടെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇയാൾ അങ്ങ് പോയി. പക്ഷെ അസ്താഫി വൈകുന്നേരം ആയപ്പോഴും ഇയാളെ തിരക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഇയാൾ പോയിട്ടില്ല, ഇയാൾ അവിടെ ഇരിക്കുവാണ് നമ്മുടെ എമിലിയൻ. അവരൊരു ബോക്സിൻ്റെ പുറത്ത് ഒരു ബണ്ടിലുണ്ട് അയാളുടെ അടുത്ത്, അതിൻ്റെ അടുത്ത് ഇയാളിങ്ങനെ ഒരു ഓൾഡ് കോട്ടിട്ട് അവിടെ ഇരിക്കുവാണ്, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അസ്താഫിയെ കാണാൻ വേണ്ടി മാത്രം. അപ്പം പാസ്പോർട്ട് കൊണ്ടുവന്നോ എമിലിയാൻ ഇയാൾ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ബ്രെഡും ഒണിയനും ഒക്കെ കൊടുത്തു, ക്യാബേജ് സൂപ്പൊക്കെ കൊടുത്തു. രണ്ടുപേരും കഴിച്ചു. എന്നിട്ട് ഗ്രീൻ വോഡ്ക്കയൊക്കെ കഴിച്ചു, ബ്രാൻഡിയൊക്കെ കുടിച്ചു. ആൻഡ് ഇയാൾക്ക് വേറൊരു സ്ഥലമില്ലല്ലോ പോകാൻ. അപ്പം ഇയാൾക്ക് വിഷമമായതുകൊണ്ട് അസ്താഫി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എന്നാൽ പിന്നെ ഇവിടെ നിന്നോന്ന് പറഞ്ഞു. അപ്പം അസ്താഫി ഇയാളുടെ ഫാദർ അല്ലെങ്കിൽ ഗാർഡിയൻ ആവാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അപ്പം എമിലിയൻ എന്ന് പറഞ്ഞ ആളൊരു വളരെ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പം ഇയാളുടെ ഇയാളുടെ ഈ ഒരു പെരുമാറ്റം, ബിഹേവിയർ, ഈ ഡ്രിങ്കിങ് ഒന്നും ആർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങിയില്ല. നമ്മുടെ അസ്താഫിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇയാൾ പറയുവാണ്, ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധം തന്നെ നശിച്ചു പോവും, നിങ്ങൾ പറയുന്ന പോലെ എനിക്കിപ്പോൾ വ്യക്തമാവുന്നില്ല, നിങ്ങളുടെ നാക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ കുഴയും, നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ കുക്കുംബേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയാണെന്ന് പറയും. അതായത് ഒരു കാര്യമില്ല സംസാരിച്ചിട്ടെന്ന് പറയുന്നതൊന്നും മനസ്സിലാവുന്നുമില്ല.
അപ്പോൾ ഇയാൾ പറയും അതൊന്നും സാരമില്ല, എന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അസ്താഫി, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, ഇന്ന് ഞാൻ ഇങ്ങോട്ട് കുടിച്ചിട്ട് വരുന്ന വഴി 2 പെണ്ണുങ്ങൾ തമ്മിൽ വഴക്ക് കൂടുമായിരുന്നു. ഒരു സ്ത്രീയുടെ കയ്യിലിരുന്ന ക്രാൻബെറിയുടെ ബാസ്ക്കറ്റ് ഒരു സ്ത്രീയുടെ കൈ തട്ടി താഴെ വീണു. അപ്പം നമ്മുടെ അസ്താഫി ചോദിക്കും അതിനിപ്പോൾ എന്തുവാ? അപ്പോൾ പറയും സെക്കൻഡ് വൺ എന്ത് ചെയ്തു, മനഃപൂർവ്വം ചവിട്ടി താഴെ ഇട്ടതാണെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കി. അപ്പോൾ ഇവർ ചോദിക്കും അതിനിപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റോറിയും ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ഡ്രിങ്കിങ്ങുമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ പറയാം ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. പിന്നെ പറയുവാണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പൈസ കിടക്കുന്നത് കണ്ടു, ഒരു ജെൻറ്റിൽമാൻ അയാളുടെ പൈസ താഴെ പോകുന്നത് കണ്ടു, അതൊരു പെസൻറ്റ് കണ്ടു, അതങ്ങ് എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് വഴക്കായി, അത് യഥാർത്ഥത്തിലുള്ള പൈസ ആ യഥാർത്ഥത്തിലുള്ള ജെൻറ്റിൽമാന് തന്നെ കൊടുത്തു. എന്നിട്ട് ഇതെടുത്ത 2 പേരെയും വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ത്രെട്ടൺ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ അസ്താഫി ചോദിച്ചു, അല്ല ഇത്രയും സ്റ്റോറീസൊക്കെ എൻ്റെ അടുത്ത് എന്തിനാണ് ഈ പറയുന്നത്, നിങ്ങളെന്തിനാണ് എന്നോട് ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ പറയാം അല്ല ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ അസ്താഫി പറയുവാണ് നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ലൊരു ജോലിക്ക് പോകും, നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നല്ലൊരു ജോലി ചെയ്യും, എന്നിട്ട് ഈ കുടിയൊന്ന് നിർത്തുമെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ പറയുവാണ് എനിക്കറിയത്തില്ല എനിക്ക് എന്ത് ജോലി കിട്ടുമെന്ന്. ആര് പറഞ്ഞു? നമ്മുടെ എമിലിയൻ പറഞ്ഞു. ഓക്കെ, ആൻഡ് ദെൻ ഇയാൾ പറയുകയാണ് നിങ്ങൾ ജോലിക്കും കൂടെ പോവാതെ ഇങ്ങനെ കുടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറ്റും, നിങ്ങൾ എന്തായാലും ഉടനെ തന്നെ ചത്തുപോകുമെന്ന് പറഞ്ഞു. ഓവർ ഡ്രിങ്കിങ് ആയി നിങ്ങൾ ചത്തുപോകും, ഇനി മേലാൽ കുടിച്ചിട്ട് ഇവിടെ കയറി കിടക്കരുതെന്ന് പറയും. ഇനി കുടിച്ചിട്ട് വരുവാണെങ്കിൽ സ്റ്റെപ്പിൻ്റെ പുറത്ത് അല്ലെങ്കിൽ സ്റ്റെയേഴ്സിൽ കിടന്നാൽ മതി എന്ന് പറയും. ഞാൻ ഒരിക്കലും നിങ്ങളെ അകത്ത് കയറ്റത്തില്ലെന്ന് പറയും. ആൻഡ് ആഫ്റ്റർ ഹിയറിങ് ദാറ്റ് ഇയാൾ എന്ത് ചെയ്തു, എമിലിയൻ വീട്ടിൽ തന്നെ ഇരുന്നു 2 ദിവസത്തേക്ക്. അടുത്ത ദിവസമായപ്പോൾ ഇയാൾ പോയി. 3-ാമത്തെ ദിവസമായപ്പോൾ ഇയാൾ കുടിക്കാൻ പോയി, തിരിച്ചു വന്നില്ല. അപ്പം ഇയാൾ ആദ്യമേ മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞ് ഇയാൾ നോക്കിയപ്പോൾ എന്തുവാണ്, ഇയാൾ സ്റ്റെയേഴ്സിൻ്റെ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. അതായത് വളരെ കോൾഡാണല്ലോ, ഇയാൾക്ക് കോട്ടും കാര്യങ്ങളൊന്നുമില്ല, ഇയാൾ നല്ല രീതിയിൽ തണുത്ത് വിറച്ച് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അസ്താഫിക്ക് ഭയങ്കര വിഷമവും ദേഷ്യമൊക്കെ വന്നു. ഇയാൾ സോറിയൊക്കെ പറഞ്ഞു. ആൻഡ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ടൈലറിങ് പഠിച്ചുകൂടെ, നിങ്ങളുടെ ആ ഓൾഡ് കോട്ട് നോക്കിക്കുക, അത് കീറി പറഞ്ഞൊരു പരുവമായി, നിങ്ങൾ ആ കോട്ട് വെച്ചിട്ടാണ് ഈ സ്റ്റെപ്പിലെല്ലാം കിടന്ന് ഉറങ്ങുന്നത്, നിങ്ങൾക്കൊരു നീഡിലും കുറച്ച് ത്രെഡും എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് വൃത്തിയായിട്ട് നടന്നുകൂടെ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ഇത് പറഞ്ഞ ഉടനെ തന്നെ അയാളൊരു നീഡിലെടുത്ത് ആ കോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ത്രെഡ് ചെയ്യാൻ തുടങ്ങി. അത് നമ്മുടെ അസ്താഫി നോക്കിക്കൊണ്ടിരുന്നു. അയാളുടെ കണ്ണൊക്കെ ഫുൾ റെഡായി, അയാൾ ഭയങ്കരമായിട്ട് കിടന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് ഇയാൾ പറഞ്ഞു, എന്നിട്ട് പക്ഷേ ഇയാൾക്ക് പറ്റുന്നില്ല, തയ്ക്കാൻ പറ്റുന്നില്ല, കാരണം ഇയാൾ അത്രയ്ക്ക് ഡ്രിങ്ക് ചെയ്തിട്ട് ഇരിക്കുവായതുകൊണ്ട് ഇയാൾക്ക് തയ്ക്കാൻ പറ്റുന്നില്ല. ഇയാൾ കരയാൻ തുടങ്ങി, അല്ലെങ്കിൽ വിഷമിച്ചിരുന്നപ്പോൾ നമ്മുടെ അസ്താഫി പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കും, കുറച്ച് നേരം അവിടെ കാണാൻ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, എൻ്റെ സ്റ്റേയേഴ്സിലൊന്നും കിടക്കണ്ട, നിങ്ങളിതിനെ കുടി അങ്ങ് നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഇയാൾ അവിടെ ഇരുന്ന് എന്താണ് പിന്നെ കരഞ്ഞൊരു പരുവമായി. ആൻഡ് ദെൻ ഇത് കണ്ടപ്പോൾ നമ്മുടെ അസ്താഫിക്ക് വിഷമവുമായി. ഓക്കെ, ആ ഒരു ദിവസത്തിന് ശേഷം നമ്മുടെ എമിലിയൻ എന്ത് ചെയ്തു, കുടിച്ചില്ല, ഒരു തുള്ളി പോലും അയാൾ കുടിച്ചില്ല. അയാൾ ഇങ്ങനെ ഇയാൾ ഈ എന്തെങ്കിലും ഒന്ന് വൃത്തിക്ക് നടന്നുകൂടെ മനുഷ്യന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഫീലായി. ഇയാൾ എന്ത് ചെയ്തു, ഇയാളൊരു നല്ല മനുഷ്യനാവാനെന്നുള്ള രീതിയിലൊക്കെ അവിടെ നിന്നു. അങ്ങനെയാണ് നമ്മുടെ അസ്താഫിയും വിചാരിച്ചത്. ഓക്കെ, ഇയാൾ പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്, ഒരു ഹോളിഡേ വന്നായിരുന്നു. ആ ഹോളിഡേ കഴിഞ്ഞിട്ട് നമ്മുടെ അസ്താഫി ഇയാളുടെ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ എന്തോ കാണുന്നത്, നമ്മുടെ എമിലിയൻ ആ വിൻഡോ സൈഡിൽ ഇരുന്ന് കുടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്, ടു ആൻഡ് ഫ്രോ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ ഇങ്ങനെ ചതിക്കുന്ന പോലെ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞ് ഒരുപാട് അക്യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എന്നിട്ട് ഒരു നാണമില്ലാതെ വന്ന് കുടിച്ചിട്ടിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല, ഞാനങ്ങ് കുടിച്ചു പോയതാണെന്നുള്ള രീതി ഇയാൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ദെൻ എമിലിയാനെ ഒരുപാട് വഴക്ക് പറഞ്ഞു നമ്മുടെ അസ്താഫി. ആൻഡ് അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മുടെ അസ്താഫി നോക്കിയപ്പം ഒരു ജെൻറ്റിൽമാന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ബ്രീച്ചസ് കാണുന്നില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു ഇത് എവിടെ കിടക്കുന്നത്, ഇത് എന്ത് റൈഡിങ് ബ്രീച്ചസ് കാണുന്നില്ല. നമ്മുടെ അസ്താഫി ചോദിച്ചു എന്ത് ഞാൻ ഉണ്ടാക്കി വെച്ച റൈഡിങ് ബ്രീച്ചസ് എന്ന്. ഈ റൈഡിങ് ബ്രീച്ച് എന്ന് പറയുമ്പം ഈ ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ പോകുമ്പോൾ ആളുകൾ ഇടുന്ന ഈ നമ്മുടെ സ്കിൻ ഫിറ്റ് പാൻറ്റ് പോലുള്ളൊരു കൈൻഡ് ഓഫ് ലെഗിങ്സ് പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ. അത് സ്കിൻ ഫിറ്റ് പാൻറ്റ് പോലെയാണ് ഇരിക്കുന്നത്, നല്ല രീതിയിൽ ഫിറ്റായിട്ടിരിക്കും. അതൊരു ജെൻറ്റിൽമാന് വേണ്ടി ഇയാൾ ഉണ്ടാക്കിയതായിരുന്നു, അത് നമ്മുടെ അസ്താഫി ഉണ്ടാക്കിയതാണ്. ഇയാൾ ഇവിടെ എല്ലാം കയറി തേടി നടന്നിട്ടും അത് കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ടും കാണുന്നില്ല. അങ്ങനെ അയാൾ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പോയി ചോദിക്കും. അതായത് അയാൾ മറ്റേ അഗ്രഫേനയുടെ അടുത്തൊക്കെ ചോദിക്കുന്നു, അഗ്രഫേന ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇയാളുടെ അടുത്ത് ചോദിക്കാൻ ഇങ്ങേർക്ക് മടി, എമിലിയൻ്റെ അടുത്ത് ചോദിക്കാൻ മടി. എമിലിയൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് ഇയാൾക്ക് അറിയാം. എന്നാലും എമിലിയൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇയാൾ പറഞ്ഞു ഇല്ല ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ടും ഈ അസ്താഫി ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ വന്ന് പറയാണ്
അത് ഞാൻ തൊട്ടിട്ടില്ല, പക്ഷേ ഞാനത് ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ആർക്ക് ദേഷ്യം വന്നു, നമ്മുടെ അസ്തഫിക്ക് ദേഷ്യം വന്നു. അസ്തഫി പറഞ്ഞു, നിങ്ങളെ വിശ്വസിച്ചല്ലേ ഇവിടെ ഞാൻ നിർത്തിയതെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഇങ്ങനെ ഒരുപാട് പറയണമെന്ന് തോന്നി, പക്ഷേ ഇയാൾ കൂടുതലൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇയാൾ പറഞ്ഞു എന്തിനത് എടുത്തതെന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ചൊറിഞ്ഞ് സംസാരിച്ചു. എന്നിട്ടും ഇയാളൊന്നും മിണ്ടിയില്ല. എന്നിട്ട് നല്ല രീതിയിൽ ഇയാളെ കുറച്ചുകൂടി പറഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബെഡിൻ്റെ കീഴിലൊക്കെ ഇയാൾ പോയി നോക്കുന്ന കണക്കൊക്കെ കാണിച്ച്. അപ്പം അസ്തഫി പറഞ്ഞു, നിങ്ങളല്ലേ എടുത്തത്, പിന്നെന്തിനാണ് നിങ്ങൾ ബെഡിൻ്റെ കീഴിൽ പോയി നോക്കുന്നതെന്ന് ചോദിച്ചു. ഇയാൾ ആ ബെഡിൻ്റെ കീഴിൽ ഇരുന്ന് തന്നെ അങ്ങ് കരഞ്ഞു. അങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ടും ഇയാൾക്ക് വിഷമം തോന്നിയെങ്കിലും ഇയാൾക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇയാൾ അത്രയും വിശ്വസിച്ച് നിർത്തിയതൊരു മനുഷ്യനാണല്ലോ. അപ്പം ഇയാളൊരു ഓൺ സണ്ണിനെ പോലെ നോക്കിയതായിരുന്നു ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു റിലേഷൻ, നല്ലൊരു ഫാമിലി മെമ്പറിനെ പോലെ നോക്കിയതാണ്. എന്നിട്ട് ഇയാൾക്കിപ്പോൾ ഭയങ്കര വെറുപ്പായിപ്പോയി നമ്മുടെ അസ്താഫിക്ക്. ഇയാളെ കാര്യങ്ങൾ തന്നെ റോബ് ചെയ്തെടുത്തുകൊണ്ട് പോയില്ലേ. അങ്ങനെ ഇയാൾ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഇയാൾ ആ കട്ടിലിൽ കിടന്ന് കരഞ്ഞു. അങ്ങനെ ഒരാഴ്ചത്തേക്ക് ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങി നമ്മുടെ എമിലിയൻ. വളരെയധികം ഗ്രീഫ് സ്ട്രിക്കൺ ആണെന്ന് മനസ്സിലായി, അതായത് വളരെ കുറ്റബോധത്തോടുകൂടി ചെയ്തതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇയാൾ തിരിച്ച് വീട്ടിൽ വന്നു, വിൻഡോ സൈഡിലിരുന്നു. അവിടെ ഇരുന്ന് വലിയ വായിൽ കിടന്ന് കരയാൻ തുടങ്ങി. 3 ദിവസവും 3 നൈറ്റും ഇവർ സംസാരിച്ചില്ല. 4ാമത്തെ നൈറ്റ് ആയപ്പോൾ പെട്ടെന്ന് ഇയാൾ കരയാൻ തുടങ്ങി. അങ്ങനെ ഇയാൾ പറഞ്ഞു എന്തിനാ കരയുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം അസ്താഫി ചോദിച്ചു എന്തിനാ കരയുന്നത്. അപ്പോൾ എമിലിയൻ പറഞ്ഞു ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അസ്താഫി പറഞ്ഞു എനിക്ക് കുറച്ച് വർക്കുണ്ട് ചെയ്യാൻ, ഞാൻ പോയി ചെയ്യാൻ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോവുകയാണ്, എന്നിട്ട് ഞാൻ നിങ്ങളെ ഇതുപോലെ പേ ബാക്ക് ചെയ്തോളാം നിങ്ങളുടെ ഈ ഹോസ്പിറ്റാലിറ്റിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എമിലിയൻ ഇവിടുന്ന് ഇറങ്ങി. എന്നിട്ട് ഇയാൾ പറഞ്ഞു സാരമില്ല, പഴയതെല്ലാം അങ്ങ് മറന്നു തരും നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അസ്താഫി. പക്ഷേ എമിലിയൻ എന്താ പറഞ്ഞത്, ഇല്ലില്ല ഞാൻ നിങ്ങളുടെ റൈഡിങ് ബ്രീച്ചസ് തൊട്ടിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇയാൾക്ക് എന്തെങ്കിലും ജോലി ഇയാൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുമ്പം ഇയാൾ നമ്മുടെ അസ്താഫി ചോദിക്കും അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ അടുത്ത് പോവാനായിട്ട്. അപ്പോൾ ഇയാൾ പറയില്ല ഞാൻ പോകുന്നതാണ് നല്ലത്. നമ്മുടെ അസ്തഫി ഇപ്പോൾ പഴയ പോലൊന്നും അല്ല, കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ തമ്മിൽ. അപ്പോൾ എന്ത് ചെയ്തു, ഇയാൾ പോയി. അങ്ങനെ ഒരു ദിവസം ഇയാൾ വെയിറ്റ് ചെയ്ത് നിന്നു നമ്മുടെ അസ്തഫി. എമിലിയൻ അങ്ങ് പോവുകയും ചെയ്തു. ഓക്കെ, ഈവനിങ്ങിൽ വരുമെന്ന് വിചാരിച്ചു. 4th ഡേ ഇയാൾ എന്ത് ചെയ്തു, 4ാമത്തെ ദിവസം തൊട്ട് ഇയാളെ കാണാത്തപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിഷമമായി, ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ഒക്കെ വന്നു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വെളിയിലൊക്കെ പോയി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ മനസ്സ് വിചാരിക്കുവാണ് വേറെ വല്ലയിടത്തും പോയി മരിച്ചു കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടിച്ച് കിടക്കുമായിരിക്കും. അങ്ങനെ ഇയാൾ 5ാമത്തെ ദിവസമായി. 5ാമത്തെ ദിവസം ഒരു ഹോളിഡേ ആയിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ആരോ വന്ന് ഡോറിൽ തട്ടുന്നു. നോക്കിയപ്പോൾ എന്താണ്, നമ്മുടെ എമിലിയൻ ആയിരുന്നു. അയാൾ വന്നു, അയാളുടെ ഫേസൊക്കെ ഭയങ്കര ബ്ലൂ കളറിൽ, ഹെയറിലൊക്കെ ഭയങ്കര ഡേർട്ടും. അപ്പം എന്ന് വെച്ചാൽ ഇയാൾ സ്ട്രീറ്റിലായിരുന്നു കിടന്നുറങ്ങിയെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, എന്നിട്ട് ഇയാൾ തന്നെ പറയുവാണ്, അതായത് ഞാനൊരു പട്ടിയെ പോലെ ചാവേണ്ടതായിരുന്നു, അതിന് മുന്നേ ഞാനിനി വന്നതാണെന്ന് ചോദിക്കുന്നു. അപ്പം നമ്മുടെ എമിലിയൻ്റെ അടുത്ത് അസ്തഫി പറയുവാണ് നിങ്ങൾ ഹംഗ്രി ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ബ്രെഡ് മൊണിയനും ഒക്കെ കൊടുത്തു. എന്നിട്ട് പറയുന്നു നമുക്ക് കുറച്ചൊന്ന് കുടിക്കാം, ഇതെന്തായാലും ഹോളിഡേ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയും എനിക്ക് എന്താ പറയുക ഞാനങ്ങനെ എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ ഇയാൾ ചോദിക്കും എന്താ ഡ്രിങ്കിങ് ഒക്കെ നിർത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ആൻസർ ഒന്നും പറയത്തില്ല. എന്നിട്ട് പറയും എനിക്ക് വയ്യ, സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ അങ്ങ് ബെഡിലങ്ങ് കിടക്കും, അവിടെ അങ്ങ് വീണു പോകും. അപ്പോഴത്തേക്കും കൊണ്ട് ഇയാൾക്ക് മനസ്സിലായി ഇയാൾക്ക് ഫീവറാണെന്ന്, വളരെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീവർ. അപ്പോൾ ഇയാൾ ഒണിയനും ഓയിലും ഒക്കെ ഇട്ട് കുറച്ച് ബ്രെഡൊക്കെ കൊടുത്തിട്ട് കുറച്ച് മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ടും വലിയ ഇതൊന്നുമില്ല. ഡിന്നർ വേണമെന്ന് ചോദിക്കുമ്പോൾ ഡിന്നർ വേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇയാളൊരു മെഡിക്കൽ ജെന്റിൽമാനെ കാണാൻ പോവുകയാണ് നമ്മുടെ അസ്താഫി ഇയാൾക്ക് വേണ്ടി. അപ്പം അടുത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾ പറയും ഒരു പൗഡർ കൊടുത്താൽ മതി, ഞാൻ വരണമെന്നില്ലെന്ന് പറയും. ഇയാൾ ഉടനെ തന്നെ മരിക്കുമെന്ന് പറയും. അങ്ങനെ അയാൾ നമ്മുടെ പൗഡറൊക്കെ കൊടുത്തിട്ടും വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ ഉണ്ട് ഇവർ തമ്മിൽ ഇയാൾക്കും മനസ്സിലായി, അസ്താഫിക്കും മനസ്സിലായി എമിലിയൻ ഇനി ജീവിച്ചിരിക്കത്തില്ല, മരിക്കാറായെന്ന്. അങ്ങനെ ആ ബെഡിൽ കിടന്നുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിക്കും. എന്നിട്ട് പറയും നമുക്കൊരു കാര്യം ചെയ്യാം, എന്താണ് ഞാൻ മേടിച്ച കോട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കും. എന്നിട്ട് പറയും നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറയും. അതുപോലെ കുറച്ച് എന്താ പറയുക വെള്ളം വേണമെന്ന് നമ്മുടെ അസ്താഫി ചോദിക്കുമ്പം ഇയാൾ പറയും വെള്ളം വേണം, കുറച്ച് തരൂ എന്നൊക്കെ പറയും. ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറയും. എന്നിട്ട് പറയും ആ റൈഡിങ് ബ്രീച്ചസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് എടുത്തു, പക്ഷേ ഞാനത് തൊട്ടിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ തന്നെ ഇയാൾ എന്ത് ചെയ്യും, മരിച്ചു പോകും. അതായത് മുഖം പെട്ടെന്ന് ഇങ്ങനെ റെഡ് കളറായിട്ട്. അപ്പോൾ ഇയാൾ പറയും അത് സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയുമെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ കൺഫസ് ചെയ്ത ഉടനെ തന്നെ ഇയാൾ അങ്ങ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്.
അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ ഈ അസ്താഫിയെ എടുത്ത് ഇയാൾ കൺഫസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇയാൾ മരിച്ചു. അതുകൊണ്ടാണ് ഇയാളെ ഓണസ്റ്റ് തീഫ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ഒരു സ്റ്റോറിക്കകത്ത്. ഓക്കെ, അതൊരു സ്റ്റോറി വിത്തിൻ എ സ്റ്റോറിയാണ്. ഓണസ്റ്റ് തീഫ് എന്ന് പറയുന്നത് ആ ഒരു എക്സ്പ്രഷനെ നമ്മൾ വിളിക്കുന്നത് ഓക്സിമോറൻ എന്നാണ്. അതായത് ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അടുത്തടുത്ത് ഇടുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് സ്മൈലിംഗ് വില്ലൻ, അതുപോലെ തന്നെ എന്താ പറയുക, ഹോട്ട് ഐസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ നമ്മൾ അടുപ്പിച്ച് പറയുമ്പോഴാണ് ഓക്സിമോറൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓണസ്റ്റ് തീഫ് എന്നുള്ളത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കള്ളൻ ഒരിക്കലും സത്യസന്ധനാവാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സ്റ്റോറിക്കകത്ത് അയാളുടെ ആ ഒരു ഗിൽറ്റും അതുപോലെ തന്നെ കുറ്റബോധവും അതിനോടുള്ള ഫോർഗീവ്നെസ്സും ഒക്കെയാണ് അയാൾ ലാസ്റ്റ് ഡെത്ത് ബെഡിൽ ഇയാളുടെ അടുത്ത് പറയുന്നത് അല്ലേ. അപ്പം അവസാനം ഇയാൾ ക്ഷമിക്കുന്നതൊക്കെ ഉണ്ടെങ്കിലും ഇയാൾ പക്ഷേ എന്താണ്, അങ്ങനെ കൺഫസ് ചെയ്തിട്ട് ഉടനെ മരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഓണസ്റ്റ് തീഫ് എന്നുള്ളത്. ഓക്സിമറൺ എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഓണസ്റ്റ് തീഫ് എന്നുള്ളത് എന്തിനാണ് കൺവേ ചെയ്യുന്നത്, അതായത് അയാളൊരു കള്ളനാണെങ്കിലും അയാളുടെ മനസ്സ് അല്ലെങ്കിൽ അയാളുടെ സോൾ എന്ന് പറയുന്നത് അതിനകത്ത് ഗുഡ്നെസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ്. അതുപോലെ സ്റ്റോറി വിത്തിൻ എ സ്റ്റോറിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നീട് ആദ്യം ഒരു അൺനെയിം നറേറ്ററാണ് സംസാരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ അസ്താഫിയും എമിലിയനും കൂടിയാണ് അസ്താഫിയാണ് സംസാരിക്കുന്നത്. എമിലിയൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ, പിന്നെ അസ്താഫിയും എമിലിയൻ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എമിലിയൻ എന്ന് പറയുന്നത് ഒരു റോബർ തന്നെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അയാളുടെ എക്സ്പെൻസീവ് മറ്റേ റൈഡിംഗ് ബ്രീച്ച് എടുത്തുകൊണ്ട് പോയി വിറ്റു, എന്നിട്ട് അയാൾ അത് വെച്ച് കുടിച്ചു. പക്ഷേ അസ്താഫിക്ക് പിന്നെ എമിലിയന് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോഗ് ലൈക്ക് അഫെക്ഷനാണ് ആരുടെ അടുത്തുള്ളത്, അസ്താഫിയുടെ അടുത്തുള്ളത്. അതുകൊണ്ടാണ് ഇയാളുടെ വീട്ടിലൊക്കെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്തത്. അയാൾ പക്ഷേ ഒരു ട്രൂ ആയിട്ടുള്ളൊരു മനുഷ്യൻ തന്നെ ആയിരുന്നു. പക്ഷേ അയാൾ കട്ടു, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അയാൾ കട്ടു. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻറ്റിമെൻ്റൽ ഫീലിംഗ് ആണ് ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ചോദിക്കുക. അപ്പോൾ ഈ ഗുഡ് ഓണസ്റ്റ് തീഫ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബൈബിളിലെ ന്യൂ ടെസ്റ്റമെൻറ്റിൽ ഗുഡ് തീഫ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ ആ ഗുഡ് തീഫ്, അതായത് നമ്മൾ ജീസസ് ക്രൈസ്റ്റ് മരിക്കാൻ കിടക്കുമ്പോൾ രണ്ട് കള്ളന്മാരായിരുന്നു അപ്പുറം ഇപ്പുറം ഉള്ളത്. അതിലൊരു കള്ളൻ ജീസസ് ക്രൈസ്റ്റ് ദൈവമാണെന്ന് കരുതി തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള ആ കള്ളം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറ്റമെല്ലാം ഏറ്റു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മോക്ഷം കിട്ടി മരിക്കുകയാണ് ചെയ്യുന്നത്. മരിച്ച് മോക്ഷം കിട്ടി ഹെവനിലോട്ടാണ് പോകുന്നത്. അപ്പം ഈ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ അടുത്ത് കിടന്ന ആ കള്ളനെ പോലെ, അതുപോലെ ക്രൂസിഫൈഡ് ആയിട്ട് കിടന്ന കള്ളനെ പോലെ തന്നെയാണ് ഇവിടെ എമിലിയൻ എന്ന് പറഞ്ഞത്. ഡെത്ത് ബെഡിൽ കൺഫസ് ചെയ്തു, കട്ടെടുത്തു എന്നുള്ള കാര്യമൊക്കെ. എന്നിട്ട് അസ്തഫി ഫോർഗീവ് ചെയ്തപ്പോൾ ഉടനെ തന്നെ മരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇതിനകത്തുള്ള ഈ ഒരു സൊസൈറ്റിയിലെ അതായത് ഈ നമ്മുടെ എമിലിയൻ എന്ന് പറയുന്ന ആൾ സൊസൈറ്റിയിലെ കുറച്ച് ബിറ്റർ റിയാലിറ്റീസ് കൊണ്ട് ഇങ്ങനായി മാറിയതാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് ഇയാൾ ഡ്രങ്കൺ സ്റ്റേറ്റിലാണ് കിട്ടുന്നത്. അത് റഷ്യയിലെ പോവേർട്ടിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ അതെടുത്തുകൊണ്ട് പോയി വിൽക്കുന്ന കാര്യം, പിന്നെ അയാൾക്ക് ഈ കുടിച്ചിട്ട് വിറ്റത് കൊണ്ടാണ് ഇയാൾക്ക് ഈ ഒരു കോംപ്ലക്സും ഈ ഒരു ഗിൽറ്റും ഒക്കെ വന്നത്, ഗിൽറ്റ് കോംപ്ലക്സ് വന്നത്. ആൻഡ് ഇത് ഓർമ്മിപ്പിക്കുന്നതെന്ന് വെച്ചാൽ റഷ്യയിൽ മിഡിൽ ക്ലാസ് പീപ്പിൾ എന്ന് പറയുന്നത് പുവറാണ്. ആൻഡ് അത് അവരുടെ കണ്ണീര് കാണാൻ ആരുമില്ല. ഇതിപ്പോൾ ഇയാൾ കൈൻഡ് ആയതുകൊണ്ടാണ് എമിലിയനെ അസ്താഫി വീട്ടിലൊക്കെ കയറി താമസിപ്പിച്ചതും ഫുഡും ഇതൊക്കെ കൊടുത്തതും. ഓക്കെ, പിന്നെ ഇത് ഇത്രയാണ് എഴുതേണ്ടത്. പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നറേറ്റീവ് ടെക്നിക്ക് എന്ന് പറയുമ്പം നിങ്ങൾ പറയേണ്ടത് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ്. അതായത് ഐ എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ ആദ്യം സംസാരിക്കുന്നത് നമ്മളുടെ അടുത്ത് അല്ലേ. ഐ എന്നുള്ള പ്രോനൗൺ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറി വിത്തിൻ എ സ്റ്റോറിയാണ്. ഒരു കഥയ്ക്കുള്ളിൽ ഒരു കഥയാണുള്ളത് അല്ലേ. അപ്പോൾ രണ്ട് നറേറ്റേഴ്സാണുള്ളത്. ഒരെണ്ണം എന്ന് പറയുന്ന ആദ്യത്തെ നറേറ്റർ അനോണിമസ് ആണ്, പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. രണ്ടാമത്തെ നറേറ്ററാണ് അസ്താഫി. ഓക്കെ, അസ്താഫി നാച്ചുറലായിട്ട് ഡയലോഗിൽ എന്താണോ പറഞ്ഞത് അതുപോലെ അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞു പോവാണ്. വളരെ പാഷനേറ്റ് ആയിട്ടും സിൻസിയറായിട്ടും നാച്ചുറലിയും ഒരു ഇൻ്ററപ്ഷനും തടസ്സവും ഉണ്ടാവാതെ പറഞ്ഞു പോവുകയാണ്. ആ റിയാക്ഷൻസ്, അതായത് ഓരോ ആക്ഷൻ നടന്നപ്പോൾ ആ റിയാക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് വളരെ ക്ലിയർ ആയിട്ടും ഓണസ്റ്റ് ആയിട്ടുമാണ് ഇയാൾ പറഞ്ഞു പോയിരിക്കുന്നത്. അസ്താഫി ഒരിക്കലും അസ്താഫിയെ കഥ പറഞ്ഞു പോയപ്പോൾ വളരെ നല്ലൊരു മനുഷ്യനാണെന്നുള്ള രീതിയിലൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് തോന്നിയ ദേഷ്യവും ഇംപേഷ്യൻസും ഗിൽറ്റ് കോംപ്ലക്സും എല്ലാം അദ്ദേഹം അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ നറേറ്റീവ് സ്ട്രാറ്റജിയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് എത്ര നറേറ്റേഴ്സ് ഉണ്ടെന്നും എങ്ങനെയൊക്കെയാണ് കഥ പറഞ്ഞു പോകുന്നതെന്നും. ഈ ഒരു അതായത് കോർ നറേറ്റീവും ഉണ്ട്, ഫ്രെയിം നറേറ്റീവും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് കൈൻഡ് ഓഫ് ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ് എഴുതിയിരിക്കുന്നത്. രണ്ട് നറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ കഥയ്ക്കുള്ളിലൊരു കഥയാണല്ലോ ഇതിനകത്ത് കാണിക്കുന്നത്. നമ്മളിത് ഉദയനാണ് താരം സിനിമയ്ക്കകത്ത പോലെ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ, അതുപോലെയാണ് ഇതിനകത്തും കോർ നറേറ്റീവും ഫ്രെയിം നറേറ്റീവ് എന്നുമാണ് പറയുന്നത്. കോർ നറേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ മെയിൻ നറേഷൻ, അതായത് ഈ
അതായത് നമ്മുടെ അസ്താഫി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കഥ പറയുന്നത് ഒരു അൺനോൺ മനുഷ്യൻ്റെ അടുത്തല്ലേ. ആ അൺനോൺ മനുഷ്യൻ ആദ്യം ഒരു കഥ പറയുമല്ലോ, അതായത് ഞാനിങ്ങനെ അസ്താഫിയുടെ വീട്ടിൽ പോയി താമസിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയത്തില്ലേ, ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഐ മീൻ അസ്താഫി ഇയാളുടെ വീട്ടിൽ വന്ന് താമസിച്ച കാര്യവും അസ്താഫി ഒരു സോൾജിയർ ആണെന്നുള്ള കാര്യമൊക്കെ ഒരാൾ നമ്മളുടെ അടുത്ത് ആദ്യം കഥ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. അപ്പം അതാണ് കോർ നറേറ്റീവ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ടാണത്. ഫ്രെയിം നറേറ്റീവ് എന്ന് പറയുന്നതാണ് നമ്മുടെ അസ്താഫി എമിലിയനെ കുറിച്ച് പറയുന്നത്. ആ ഒരു കഥയാണ് ഫ്രെയിം നറേറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ക്രൈസ്റ്റുമായിട്ടുള്ള ഒരു ഇതൊക്കെ നമുക്ക് വേണം, ആ ഒരു സ്റ്റോറി എന്തായാലും പറഞ്ഞിരിക്കണം. അതായത് ജീസസ് ക്രൈസ്റ്റ് മരിക്കാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും കുരിശിൽ വേറെ 2 കള്ളന്മാരുണ്ട്. അതിലൊരു കള്ളൻ അയാൾ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് യേശു അത് അംഗീകരിക്കുമ്പം മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഫ്രെയിം നറേറ്റീവിലും സംഭവിക്കുന്നത്. അതായത് എമിലിയൻ കള്ളം ചെയ്തതെല്ലാം പറഞ്ഞു, അതായത് കോട്ട് അടിച്ചുകൊണ്ട് പോയത് അയാൾ, ഐ മീൻ റൈഡിങ് ബ്രീച്ച് അടിച്ചുകൊണ്ട് പോയത് ഇയാളാണെന്ന് പറഞ്ഞു. അത് നമ്മുടെ അസ്താഫി അംഗീകരിച്ച് ക്ഷമിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എമിലിയൻ മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യം, ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.